ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഒരു 3 ട്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നോർത്താണ് വന്നിരിക്കുന്നത്. ഒരു റോസ് ഫ്ലവർ സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനും, പിന്നെ നമുക്ക് ഫ്രണ്ടിൽ യോക്കിൽ പിന്നെ നമ്മൾ ഞൊറു വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മൾ കാണിക്കുന്നത് സ്റ്റോൺ ലേസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതുമാണ് കാണിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് സ്ലീവ് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പേപ്പറിൽ തന്നെ നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ സെൻറ്റർ ഭാഗത്ത് നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മുകളിൽ വരെ കട്ട് ചെയ്യണം. മുകളിലൊരു 1/4 ഇഞ്ചോളം നിർത്തിയിട്ട് ഉള്ളിടം വരെ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടം വരെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ച് വരാൻ പാകത്തിന്. പേപ്പർ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട. ഇങ്ങനെ നമ്മൾ വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു കോണാകൃതിയിൽ വരണം. അതുപോലെ നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടാണ് നമ്മളിനി സ്ലീവിൽ വെച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവിനുള്ള മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഞാൻ മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഇച്ചിരി മുകളിലേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കോൺ വരാൻ പാകത്തിന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. താഴത്തേക്ക് ഇതുപോലെ കോൺ വരാൻ പാകത്തിന് വേണം. എന്നിട്ട് നമ്മളവിടെ ഇതുപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കോൺ വരുന്ന ഭാഗത്തും ഇവിടെയും ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു കോൺ പോലെ വരും. എന്നിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ ആ പേപ്പറിൽ കട്ട് ചെയ്തേക്കുന്ന ആ ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക. ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ആ ഉള്ളിലേക്ക് വരച്ചേക്കുന്നത് നമ്മൾ കട്ട് ചെയ്യത്തില്ല. ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ബാക്കി നമ്മൾ ആ ഉൾഭാഗത്തേക്ക് വരച്ച് കൊടുത്തേക്കുന്ന നമുക്കത് സ്റ്റിച്ച് ചെയ്യാനാണുള്ളത്. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ 2ആയിട്ട് മടക്കി കൊടുക്കുക. ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഇവിടെ നിന്നും താഴേക്ക് ഇങ്ങനെ വരയ്ക്കുക. സ്ലീവിൻ്റെ വിഡ്ത്ത് ബാലൻസ് വരുന്നത് സ്ലീവിൻ്റെ വിഡ്ത്താണ്. അത് കഴിച്ചിട്ട് സ്ലീവിൻ്റെ താഴത്തെ വിഡ്ത്ത് കഴിച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് സ്ലീവ് ഒന്ന് കറക്റ്റായിട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റിന് മടക്കി കൊടുത്ത് നമ്മൾ ഉൾഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഉൾഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് മടക്കി കൊടുത്ത് നമ്മൾ സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വിട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ ആ കോൺ വരെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്ലീവും ഇതുപോലെ തന്നെ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഈ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ താഴെ ഒരു പടി കണക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു റോസ് ഫ്ലവറിൻ്റെ ആകൃതിയിൽ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇതാക്കി എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ കോൺ വരുന്ന ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ ആകൃതി വരും. ഇതുപോലെ റോസ് ഫ്ലവർ പോലെ വരും. എന്നിട്ട് നമുക്ക് താഴെ ഒരു പടി കണക്ക് ഞാൻ ഒരു വീതിക്ക് ഒരു പടി കണക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്ലീവും ഞാൻ ഇതുപോലെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലവർ മോഡലാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വരും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇതാണ് താഴ്ഭാഗം വരുന്നത്. 2ാമത്തെ സ്ലീവും ഞാൻ ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇതുപോലെ വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ കഴിയും. ഇതിൻ്റെ താഴെ സ്ലീവിൻ്റെ താഴെ ഒരു പടി വയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അത് 2ആയിട്ട് മടക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് കട്ടിക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ 2 സൈഡും ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് 2 സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവിൻ്റെ ഉൾഭാഗത്ത് വെച്ചാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി അത്
ആ പടീനെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് നമുക്ക് യോക്ക് പാർട്ടിൽ ഈ ഞൂറ് ഇട്ടുള്ള ഫ്രോക്കുകളുണ്ടല്ലോ, ഞൊറിച്ചിൽ വെച്ചിട്ട് പിന്നെ പടി കണക്ക് വന്നിട്ടുള്ള ഫ്രോക്കുകളുണ്ടല്ലോ, അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. യോക്ക് പാർട്ടിൽ ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഒരു വർക്കുള്ള നെറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നമുക്കിനി ഞൊറിട്ട് കൊടുക്കാം. ആ യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊന്ന് കൊത്തിട്ട് കൊടുത്തിട്ട് അവിടെ നിന്നും നമുക്കിതുപോലെ വലിയൊരു പീസ് നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല വീതിക്ക് തന്നെ മടക്കി വയ്ക്കുക. വീതിക്ക് മടക്കി വെച്ചാലേ കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ. ഇതുപോലെ നല്ല വീതിക്ക് ഉള്ളിലേക്ക് ഇരുന്നിട്ട് ചേർത്താണ് നമ്മൾ ഫ്രില്ല് കൊടുക്കുന്നത്. ഇതുപോലെ ചേർത്ത് ഫ്രില്ലിട്ട് കൊടുക്കുക. ഒരു സൈഡിൽ തന്നെ നമുക്കൊരു 45 വീതിയുടെ ആ നെറ്റിൻ്റെ മെറ്റീരിയൽ ഫുള്ളായിട്ട് വേണ്ടി വരും. അതുപോലെ മറു സൈഡിലും വേണം. 2 സൈഡിലായിട്ടാണ് കോണായിട്ടാണ് വരുന്നത് ഈ ഫ്രില്ല്. ഇതുപോലെ 2 സൈഡിലും നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഞൊറിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഞൊറിട്ട മെറ്റീരിയലിനെ നമ്മുടെ ഉള്ളിലത്തെ നല്ല പാർട്ടുമായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ മെറ്റീരിയലിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റിന് കൊണ്ടുവന്ന് നിർത്തി കൈക്കുഴിയുടെ ഭാഗം വരുമ്പോഴത്തേക്കും ഞൊറു കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് ആ കൈക്കുഴിയുടെ ഭാഗവും കറക്റ്റായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ചരിച്ച് കൊടുത്ത് ആ ഞൊറുമെല്ലാം കറക്റ്റിന് പിടിച്ചു കൊടുത്ത് ഇതുപോലെ നമ്മൾ കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചു കൊടുത്ത് കൈക്കുഴിയുടെ ഭാഗവും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കൈക്കുഴിയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് കൈക്കുഴി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഞൊറു ഇട്ട ഭാഗം കറക്റ്റായിട്ട് ചരിഞ്ഞ് വന്നിട്ട് ഷോൾഡറിലേക്ക് ഫുൾ ഞൊറുവും ഷോൾഡറിലേക്ക് നിൽക്കാൻ പാകത്തിന് നമ്മൾ അതായിട്ട് കറക്റ്റിന് വെച്ച് കൊടുത്ത് ഇതുപോലെ ചരിച്ച് കൊണ്ടുവന്ന് ഷോൾഡറിലേക്കാണ് നമ്മൾ ഈ ഞൊറു ഫുള്ളായിട്ട് നിർത്തുന്നത്. ഇതുപോലെ ഷോൾഡറിലേക്ക് നിർത്തി ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് ചരിച്ച് കൊടുക്കുക. ഇതുപോലെ ഞൊറും എല്ലാം കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് നമ്മൾ ഷോൾഡറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും ഇതുപോലെ തന്നെ കറക്റ്റിന് വെച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ബാലൻസ് വരുന്ന മെറ്റീരിയൽ നമ്മളത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് താഴെ ഈ മുത്ത് ലേസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഫൂട്ട് മാറ്റണം. പ്രഷർ ഫൂട്ട് മാറ്റി കൊടുത്ത് 1 സൈഡ് ഫൂട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അന്നേരം ആദ്യം ഇതുപോലെ ലേസ് മറച്ച് വെക്കുക. കറക്റ്റ് എവിടെയാണോ വരേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയതിന് ശേഷം കറക്റ്റ് ഇതുപോലെ മുകളിലേക്ക് ഇതുപോലെ മറച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പ്രഷർ ഫൂട്ടിൻ്റെ സൈഡ് എവിടെയാണോ കറക്റ്റ് വരുന്നത് ആ രീതിയിൽ വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ സൂചി ഒടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ചേർത്ത് വെച്ച് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലേസിലോട്ട് ചേർത്ത് വെച്ച് നമുക്ക് കറക്റ്റിനത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ലേസ് നേരെ വെച്ചതിന് ശേഷമാണ് നമ്മൾ മറു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ മറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒരു സൈഡ് കൂടി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലൈസ് ഇതുപോലെ വരും. ഇതുപോലെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി സ്കർട്ട് പാർട്ടാണ് ഞൊറിട്ടെടുക്കേണ്ടത്. കറക്റ്റിനായിട്ട് വെച്ച് ഞൊറിട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ലേസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.